വേറെ ആരെങ്കിലും ആയിരുന്നു കാണായിരുന്നു. എന്ത് പൈപ്പിനടുത്ത് ആദ്യം എത്തിയത് ഞാനാ. ഓ അങ്ങനെ. ഈ തുണി കൂടി നൽകി തടി. എന്റെ പൊന്നു ലക്ഷ്മി കുട്ടിയിലെ ഈ തുണി കൂടി നൽകി തരുമോ? സൗകര്യമില്ല. കോളനി കമലാസൻ അങ്ങ് പോയാട്ടെ. अरियो बहन मैं कॉलोनी का नहीं वो सारी मुंबई का कमल हासन हूँ. मैं तुम्हारे लिए एक अच्छा गाना गाता हूँ. അയ്യടാ അച്ഛാ ഗാന കഴുത കരച്ചിൽ കേൾക്കാത്തിന് കുറവേ ഉള്ളൂ. കഴുത കരച്ചിലോ? നോക്കിക്കൂടി എന്റെ ഈ ഞങ്ങളുടെ ഈ പാട്ട് കേൾക്കാൻ ഈ ധാരാവിയല്ല ഈ മുംബൈ നഗരം മുഴുവൻ ക്യൂ നിൽക്കും. ഒരു ഓട്ടോഗ്രാഫ് ആയിട്ട് നീ അങ്ങോട്ട് വാ. കൊണ്ടുവരാമോട്ട് ഓട്ടോഗ്രാഫ് അതിലും ഭേദം പോയി ചാകുന്നതാ. കണ്ടാലും മതി രണ്ടിനെ. പല ശവടക്കിനും പോയി പാടും. ഒരു മിനിറ്റ്. അത് ഞാൻ ശങ്കർ. എന്തു പറ്റി ശങ്കറിന്? മുട്ടാണ്ടാ മിഴിച്ചു നിൽക്കാതെ ക്ലീൻ ദ ഫ്ലോർ ഡാ. സത്യേട്ടും നീ എന്താ നേരത്തെ പറയാഞ്ഞേ? ഞാൻ പറയാൻ തുടങ്ങി. ലക്ഷ്മി ഭ്രാന്തി കൊണ്ടാ. ഈശോ ചേട്ടൻ എവിടെ പോയി? അരയോ ഭയ്യ എനിക്ക് വയ്യ 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 വയ്യാന്ന്. ഈ പയ്യന്നെ ഇവിടെ പോയെന്ന്. ഒരു സ്മോള് വേണം, ഒരു ക്വാർട്ടർ വേണം, ഒരു പൈന്റ് വേണം, ഒരു ഫുള്ള് വേണം. സൈലൻസ്. ഈശോ ചേട്ടൻ ആ പീസിനെ പൊക്കിയോ? വാ. बसंती देखिए मैं क्या लाया हूँ तेरे लिए. प्रिंस सिगरेट. तुझे चाहिए? Smoking is injurious to your health, man. Oh, lovely. Very. तेरी तो बड़वा साला कल्याण में पनिक माटेन சொல்லிட்டு டாவ் அடிக்கிறியா டாவ்? சும்மா ஒரு அம்மா மன்னிச்சு. கோனிய तेरी அம்மா. चल बड़वा साला இன்னைக்கு செலவு பூரா நீதான். ഞാൻ കാശ് എടുക്കാൻ മറന്നു. തുട്ട് മറന്നു പോச்சு. துட்டு மறந்து போச்சே. பொண்ணு குடுக்கிறது மட்டும் எங்க இருந்து? அப்படி கேளுங்க. ഞാനോ വെറുതെ അല്ല. തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൂട്ടിന് ഞാനും കൂടെ പോന്നോട്ടെ. ശിവ, ഇതാടാ ജീവിതം. എനിക്കിനി എന്താടാ വേണ്ടത്? പൈസ ഇല്ലെങ്കിൽ എന്താടാ? എടാ എനിക്ക് നീ ഇല്ലടാ. ദോസ്തി ഹം നഹീ ചോടേംഗേ ചോടേംഗേ. ഇതാ നീ കൂടുതൽ കുടിക്കരുതെന്ന് പറഞ്ഞേ. കൂടുതൽ കുടിച്ചാൽ നീ സെന്റിമെന്റിലാവും. നീ സെന്റിമെന്റിലായ ഞാൻ സെന്റിമെന്റിലാവൂടാ. ഞാൻ എന്തുകൊണ്ട് അത്ര കുടിക്കണെന്ന് എനിക്കറിയില്ലേ. ഞാൻ എവിടെങ്കിലും കുടിച്ച് ബോധമില്ലാതെ കിടന്ന നീ എന്നെ ചോന്നുകൊണ്ട് പോക്കോളേ. അപ്പൊ നാളെ ഞാൻ ഇല്ലെങ്കിലോ? ഞാന് നീയും നമ്മൾ. എന്നാലും നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ വേറെ പറഞ്ഞാടാ. എന്നാലും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ കുട്ടികളെ ഇത്? ഇന്നൊരു പൊതി ഞങ്ങൾക്കും വേണം പാവ. ഇതേ തെരുവിലെ സക്കാത്ത് റൊട്ടികൾ കഴിച്ചല്ലേ ഞങ്ങളും വളർന്നത്. മാഷാ. വരൂ.
ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഞങ്ങളുടെ സ്വപ്നം ഒരു ആൽബം ചെയ്യാൻ അഡ്വാൻസ്. അല്ലാ, നന്നായി വരും. ബാബ, ഈ പണം ബാബ സ്വീകരിക്കണം. നാളത്തെ സക്കാത്ത് ഈ പണം കൊണ്ടാവട്ടെ. വേണ്ട മക്കളെ, കിടപ്പാടം പോലും ഇല്ലാത്ത നിങ്ങൾക്ക്. ബാബ സ്വീകരിക്കണം. ഇവിടെ നിന്നാണ് എല്ലാം എല്ലാം. അതുകൊണ്ട് സന്തോഷം. ഒരേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. കരുണനെ ഓർത്തിട്ട്. പാവത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ. കാണുമ്പോഴൊക്കെ ഞങ്ങളും പറയും, ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒന്ന് തുടങ്ങിയാ പിന്നെ രക്ഷപ്പെടാനാവില്ലെന്ന് അവനും പറയും. സംഗീതം ദൈവത്തിന്റെ ഭാഷയാണ്. നന്നായി വരും. നിങ്ങൾ ചെല്ലും. യമാനില്ല. വേണ്ട, എന്റെ ദേഹത്തൊക്കെ അഴുക്കാം. ഇനി ഇതൊന്നും പാടില്ല. എന്ത്? ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ധാരാവിയിൽ എല്ലാവരും കാണുന്ന സ്വപ്നം ഞാൻ കൊണ്ടുപോകാമെന്ന. ഇത്തവണ റോൾ ഗോൾഡിന്റെ മാലയല്ല, സ്വർണം. ആനക്കെടുക്കോളും. വേണ്ട, എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ? ഞാൻ കല്യാണത്തെ കുറിച്ചാടി പറഞ്ഞത്. നമുക്ക് രണ്ടുപേർക്കും ബന്ധുക്കളില്ലാത്തതുകൊണ്ട് എത്രയും വേഗം. എന്താ ഇപ്പൊ അത് വേണ്ട. നിങ്ങളുടെ പ്രശസ്തിക്ക് അത് ചീത്തപ്പേരാവും. നന്നായി വലിയ നിലയിൽ ഇരിക്കുന്നു അറിഞ്ഞാ മതി. എന്നും ചീത്തപ്പേരാവുന്നെങ്കിൽ എനിക്ക് ഈ പ്രശസ്തി വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പറയരുത്. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാത്തിരിക്കണം. എന്നും നീയല്ലേ ജയിക്കാറ്. അല്ലേ? ഹലോ നാരായണ, ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിരിക്കും. ഒരു 420 ഇപ്പൊ मलयाली चेटा नमस्ते प्यारे तुम्हारा गाना सुना बहुत अच्छा है Thank you. तुम भी अच्छा हो തൃപ്തിയായി. 420 വേണ്ട. नमस्कार ചേട്ടാ. നമസ്തേ. आओ सब आओ, ये अच्छा कैसेट ले लो. आओ सब आओ, ये अच्छा कैसेट ले लो. അണ്ണാ അണ്ണാ ഇപ്പൊ എങ്ങനെയുണ്ടാ ലേറ്റസ്റ്റ് കട്ടിംഗ് ഒക്കെ? കുഴപ്പമില്ലേട്ടാ, ചേട്ടന്റെ സ്റ്റൈലാ, മില്ലിയൻ സ്റ്റൈല്. എല്ലാവർക്കും അതാ ആവശ്യം. പിന്നെ ഞാനും മറന്നിട്ടില്ല. ഇത് കണ്ട, ഇത് ഇപ്പോഴും ഉണ്ട് എന്റെ കയ്യിൽ. പഴയതൊക്കെ മറക്കാതിരിക്കാൻ. ചേട്ടാ ഒരു ഓട്ടോഗ്രാഫ് ഏട്ടാ, ഒന്ന് സൈൻ ചെയ്ത ഏട്ടാ. എന്റെ ഒരു ആഗ്രഹം പ്ലീസ് പ്ലീസ്. താങ്ക് യു ഏട്ടാ. താങ്ക് യു. ഹലോ, what a surprise. വരൂ, അകത്തേക്ക് വരൂ. വരുന്നവരൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നോ? മമ്മാ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ വരാൻ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല വന്നത്. വരണം തോന്നി വന്നു. ഇതെന്താ പൂവൊക്കെ പിടിച്ച് ഫോർമൽ ആയിട്ട്? ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം. താങ്ക്സ് എ ലോട്ട്. വെൽക്കം. ആ, ഇതെന്റെ മമ്മ. ഹലോ. ഇവര് ദ ഗ്രേറ്റ് സ്റ്റാർസ്, ദ മോസ്റ്റ് വാണ്ടഡ്, ദ മോസ്റ്റ് പോപ്പുലർ സിംഗേഴ്സ്, മില്ലേനിയം സ്റ്റാർസ്. അറിയാം, പേപ്പറിലും ടിവിയിലൊക്കെ കാണാറുണ്ട്. ഇരിക്കെ. ഞങ്ങളുടെ വിജയത്തിനും പ്രശസ്തിക്കൊക്കെ കാരണം മമ്മിയുടെ ഈ മകളാ. വേണ്ട പ്ലീസ്. നിങ്ങളെ പരിചയപ്പെട്ടത് എന്റെ ഭാഗ്യമാണ്. ദേ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനും ഡാൻസ് സ്റ്റുഡൻസിനും ഒക്കെ ഒറ്റ ആവശ്യമുള്ളൂ, മില്ലേനിയം സ്റ്റാർസിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ഞാൻ അവരെ വിളിക്കട്ടെ? വേണ്ട മോളെ, അതൊക്കെ പിന്നീടാവാം. ഞാൻ ഇപ്പൊ വരാം. മീര, ഞങ്ങൾ വന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഈ തിരക്കിന്റെ ഇടയിൽ പറയാൻ പറ്റില്ല. അതായത് ഞങ്ങളുടെ ഈ ഒന്ന് നിർത്തന്റെ ശങ്കർ. അത്ര വലിയ കടപ്പാടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താ മതി. എന്താ? എന്റെ പുതിയ ഡാൻസ് സ്കൂൾ ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് തരിക. ഓക്കെ, സമ്മതിച്ചു. ഞങ്ങള് പിന്നെ അനോ പപ്പ, ഇവരുടെ ആൽബാണ് ഇപ്പോ സൂപ്പർ ഹിറ്റ്. I don't like music. ഇവൾ ഡാൻസ് എന്നും പറഞ്ഞ് സമയം കളയുന്നതും എനിക്കിഷ്ടമല്ല. It's a waste of time. എന്നാ പിന്നെ ഞങ്ങള് നിക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. What's your father? അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. Grandparents okay?
എന്താ വീട്ടുപേര്? ഞങ്ങൾക്കങ്ങനെ വീടും പേരൊന്നുമില്ല, തെരുവാണല്ല. ഞങ്ങൾ സ്ട്രീറ്റ് ബോയ്സ് ആയിരുന്നു സർ. Street boys? Then how come you're mingling with my daughter? സർ, ഞങ്ങൾ മീരയുടെ എത്ര വലിയ നിലയിലെത്തിയാലും സ്ട്രീറ്റ് ബോയ്സ് തന്നെ. തനി നിറം കാണിക്കും, സംസ്കാരം ഉണ്ടാവില്ല. ക്ഷമിക്കണം സർ, തെരുവിൽ വളരുന്നവർക്കും പണമില്ലാത്തവർക്കും സംസ്കാരമില്ല എന്നുള്ള ധാരണ തെറ്റാ. മനസ്സിലും പ്രവൃത്തിയിലുമാണ് സംസ്കാരം വേണ്ടത്. അത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് തെരുവില, സാധാരണക്കാരല്ല. ക്ഷമിക്കണം, എന്നെ ഓർത്ത് ക്ഷമിക്കണം. ഇതുകൂടി തീർന്നാ പുതിയ കാസറ്റ് എടുത്തിട്ടേ ഞാൻ ഇനി കാണുള്ളൂ. അയ്യേ നീന്റെ മോനാ? എടാ അങ്ങനെ നീ എന്നെ ആക്ഷേപിക്കരുത്. ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരന്റെ ദുഃഖം നിനക്കറിയില്ല കുട്ടി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. വെറും ഇന്ത്യൻ വേണോ, ഇന്റർ കോണ്ടിനെന്റൽ വേണോ, ആഫ്രിക്കൻ വേണോ? ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് വേണ്ട, അത് കരിഞ്ഞിരിക്കും. ബായി ഇടക്ക് പറഞ്ഞില്ല, രണ്ടാമത് അത് മതി. ആ അങ്ങനെയാണെങ്കിൽ ഓൾ റൈസ് സൂപ്പും സ്റ്റീം കേക്ക് എടുത്തു വെക്കാം. നീ ചൈനീസ് ഒക്കെ അപ്പൊ പഠിച്ച്? അയ്യേ ചൈനീസ് അല്ല, പഴങ്കഞ്ഞി മുണക്കപ്പുട്ടും ടേബിളിൽ നിരത്തി വെച്ചണ്ട് എന്താ വേണമെങ്കിൽ എടുത്ത് വിരിഞ്ഞ്. ഈശുന്തിയെ കുരിശേ കാണും. ആ ഈശ അല്ല, നമ്മുടെ ഈശ ചേട്ടൻ. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? നിർത്താ തണ്ടി വല്ലതും വന്നും വിഴുങ്ങ്. അതെ ബായ്, ഇനി ഞങ്ങൾ ഓർക്കേ. ആറ്റുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി ചവിട്ടി കൂട്ടി കലറ. ആരാത്? ഏതോ ചൈനക്കാരന്റെ സൗണ്ട് പോലെ. വേണ്ട, ഞാൻ കൊടുത്ത് അന്ന് മെല്ലെ കഴിക്ക്. ബുൾസൈയുണ്ട്. മുഖ് ബുൾസൈ ആയതൊട്ട് ബുൾസൈ. Excuse me? What is your mother tongue? എനിക്ക് ശിവശങ്കർസിനെ ഒന്ന് കാണണം. Wait outside. ചേട്ടാ ഇതിനടുത്തൊരു 5 സെന്റ് സ്ഥലം കിട്ടിങ്ങി ഇവിടെ അങ്ങോട്ട് സെറ്റിൽ ആവായിരുന്നു. ഇനി കുറെ നാളിലേക്ക് ഇംഗ്ലീഷ് സിനിമ കാണണ്ട. തോന്നുമ്പോ ഒരു ഓട്ടോ പിടിച്ച് വേഗം ഇങ്ങോട്ട് പോന്നാ മതി. ചേട്ടാ ആണുങ്ങളുടെ കട ഏതാന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയാ മതി. അതിന് അമ്പലക്കുളമൊന്നും സ്വിമ്മിംഗ് പൂളാണ്ടാ ഫൂൾ. നീ എവിടെ വേണേലും ഇറങ്ങിക്കും. ഇറങ്ങലൊക്കെ ഇറങ്ങാം, പക്ഷെ ഒരു കണ്ടീഷൻ. കംപ്ലീറ്റ് പെണ്ണുങ്ങളും കുളിച്ചു കയറാതെ എന്നോട് കയറാൻ പറയരുത്. എനിക്ക് വിശാലമായിട്ടൊന്ന് കുളിക്കണം. ആക്രാന്തം കാണിക്കരുത്. ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്തവനെ പോലെ. പറഞ്ഞൊരു ഇടിപെട്ട് സാധനം ചേട്ടാ. Excuse me, Monday for ladies only. You can come tomorrow. ഞങ്ങൾ മൺഡേയെ കുളിക്കാൻ Nice or nice? അല്ല കുളിക്ക ഇയാൾക്ക് ഏതെങ്കിലും ആന്റി നാഷണൽ ഗ്രൂപ്പുമായി ബന്ധമുണ്ട്? ശങ്കർ, ശിവൻ അവനെ രക്ഷിക്കാൻ പുറത്തു കൊണ്ടുവരാൻ കഴിയും തോന്നില്ല.
മുംബൈ വിട്ടു പോവാ. എങ്ങോട്ട്? അറിയില്ല. പണ്ടൊരു തീവണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോഴും അതറിയില്ലായിരുന്നു. അന്ന് കൂട്ടിന് എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. ഇപ്പോ തനിച്ച്. പോകരുതെന്ന് പറയാൻ ഞാൻ ആരുമല്ല. എന്നാലും പോണം. ഇനിയും ഇവിടേക്ക് അതുണ്ടാവും തോന്നുന്നില്ല. ഒരിക്കൽ കൂടി കാണാനും കഴിഞ്ഞത് വരില്ല. പോട്ടെ. ലക്ഷ്മി, നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എന്താ കാര്യം? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ശിവന് ജാമ്യം അനുവദിച്ചു. ശങ്കറിന് ഇനി നോക്കാത്ത സ്ഥലമില്ല. എങ്ങനെ ഈ വിവരമൊന്നും അറിയിക്കുക? നമ്മള് കുറച്ച് വൈകിയും തോന്നുന്നു. എന്താ നീ അങ്ങനെ പറഞ്ഞ്? ശങ്കർ പോയി എവിടേക്കെന്നറിയില്ല.